ഹലോ എവരിവൺ, വെൽക്കം ടു PRK വോയിസ്. നമസ്കാരം, ഞാൻ പ്രദീപ് രാമകൃഷ്ണൻ. കേരളത്തെയും കർണാടകയും ഒരുപോലെ ഞെട്ടിച്ച വാർത്തയായിരുന്നു കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ CJ റോയിയുടെ മരണം. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ സീറോ ഡെറ്റ് ബിസിനസ്മാൻ, സിനിമാ നിർമ്മാതാവ്, അതിലുപരി ജീവകാരുണ്യ പ്രവർത്തകൻ, പണം, പ്രതാപം, പ്രശസ്തി ഇവയെല്ലാം ഉണ്ടായിട്ടും അദ്ദേഹം ഈ അടുത്ത തീരുമാനം എടുത്തത് എന്തിന്? അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നു. നമുക്ക് പരിശോധിക്കാം. PRK വോയിസിലൂടെ കാണുക. PRK വോയിസ്. കഴിഞ്ഞ 2026 ജനുവരി 30 ബാംഗ്ലൂരുവിലെ അദ്ദേഹത്തിന്റെ ആസ്ഥാനമായ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഹെഡ് ഓഫീസിൽ IT ഉദ്യോഗസ്ഥരെത്തുകയും റെയ്ഡ് നടക്കുന്നതിനിടെ ഏകദേശം ഉച്ചയ്ക്ക് 2:30 CJ റോയ് തൻ്റെ ക്യാബിനിലേക്ക് പോകുവാൻ ഒരു 5 മിനിറ്റ് അനുവാദം ഉദ്യോഗസ്ഥരോട് ചോദിക്കുകയും ചെയ്തു. ആ 5 മിനിറ്റ് സമയമെടുത്തുകൊണ്ട് ക്യാബിനകത്തേക്ക് പോയ CJ റോയ് സ്വന്തം പിസ്റ്റൾ ഉപയോഗിച്ച് നെഞ്ചിലേക്ക് നിറയൊഴിക്കുകയായിരുന്നു എന്നാണ് വന്ന റിപ്പോർട്ടുകൾ. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. വൻകിട ബിസിനസ്സുകാരൻ, ഒരു വൻകിട റിയൽ എസ്റ്റേറ്റിന്റെ ഉടമ, ഒരു ഇൻകം ടാക്സ് റെയ്ഡിൽ ഇത് ചെയ്യണമെങ്കിൽ എത്രത്തോളം മാനസിക സമ്മർദ്ദം അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടാവണം. ഈ കേസിലെ പ്രധാന ചില നിർണായക നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. കർണാടക സർക്കാർ രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT ഇപ്പോൾ അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾക്കപ്പുറം റെയ്ഡിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരുടെ സ്വഭാവത്തെക്കുറിച്ചും പെരുമാറ്റത്തെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കേരള മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കത്തയച്ച് അറിയാൻ കഴിഞ്ഞു. ഒരു റെയ്ഡിനിടെ ഇത്തരമൊരു മരണം സംഭവിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം മൂലമാണോ എന്നുള്ള ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി സിനിമാ ലോകവുമായി അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. എന്നിരുന്നാൽ പോലും ഇതൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യേണ്ട കാര്യമുണ്ട്. കാരണം ലാലേട്ടൻ്റെ കാസിനോവ മുതൽ ഇങ്ങോട്ട് ഒരുപാട് പടങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ റീസെൻ്റ്ലി എടുത്ത പടം അനോമി എന്നൊരു പടമാണ്. അതിന് റിലീസ് സംബന്ധമായ കുറച്ച് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിൻ്റെ ഇടയിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. അത് ദുരൂഹം ഉണർത്തുന്നതായിട്ട് സോഷ്യൽ മീഡിയയിൽ മറ്റു പല പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കും അറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു കാര്യം, സീറോ ഡെറ്റ് ബിസിനസ്, അതായത് 1 രൂപ പോലും കടം മേടിക്കാതെയാണ് ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് അദ്ദേഹം പല ഇന്റർവ്യൂകളിലും പറയപ്പെടുന്നത്. ലോജിക്കലി ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എത്ര തന്നെ വലിയ കോടീശ്വരനായാലും എത്ര കോടികളുണ്ടെങ്കിലും 1 രൂപ പോലും കടം മേടിക്കാതെ ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരനും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ നവമാധ്യമങ്ങളിൽ പറയുന്നത് പോലെ സീറോ ഡെറ്റ് ബിസിനസ് എന്ന അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകളാവാം ഒരുപക്ഷെ ഇൻകം ടാക്സ് റെയ്ഡിന് കാരണമായിട്ടുണ്ടാവുക. CJ റോയിയുടെ സഹോദരന്റെ ഒരു ഗൗരവമേറിയ ആരോപണമായിരുന്നു ആദായ നികുതിയുടെ സമ്മർദ്ദം മൂലമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന് ന്യൂസിലും നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇൻകം ടാക്സ് റെയ്ഡ് ഒട്ടുമിക്ക ബിസിനസ് സ്ഥാപനങ്ങളിലും നടക്കാറുണ്ട്. സാധാരണക്കാരൻ ഉൾപ്പെടെയുള്ളവൻ നികുതി അടയ്ക്കുമ്പോൾ ബിസിനസ്സുകാർക്കും ഇത് ബാധകം തന്നെയാണ്. അത് അടയ്ക്കാതെ വരുമ്പോഴാണ് ഈ റെയ്ഡ് നടക്കുന്നത്. അല്ലെങ്കിൽ അത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് റെയ്ഡ് നടത്തുന്നത്. നികുതി അടയ്ക്കേണ്ട ചുമതല ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ആരും തന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണവുമായി മുന്നോട്ട് വന്നില്ല. ഒരു പത്രസമ്മേളനം വിളിച്ചു വരുത്താമെന്ന് പറഞ്ഞെങ്കിലും തീരുമാനിച്ചെങ്കിലും പിന്നീട് അത് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. എന്താണെന്ന് സംഭവിച്ചതെന്ന് ജനങ്ങൾക്കറിയണം. സ്പെഷ്യലി ഇൻവെസ്റ്റേഴ്സിനെ അറിയണം. അവർക്ക് അവകാശമുണ്ട്. ഡോക്ടർ CJ റോയിയുടെ അഭാവത്തിൽ കോൺഫിഡൻസ് ഗ്രൂപ്പ് ആര് ഇനി മുന്നോട്ട് നയിക്കുമെന്നുള്ള ചോദ്യചിഹ്നം ബാക്കി നിൽക്കുമ്പോഴാണ് CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനി ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ആര് നയിക്കുമെന്നുള്ള ചോദ്യചിഹ്നമാണ് ഇപ്പോൾ കൂടുതലായി ഉയർന്നു വരുന്നത്. എനിക്ക് 7 ദിവസത്തിനിപ്പുറം കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ MD ആയ TA ജോസഫ് പ്രതികരണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. എനിക്കിപ്പോൾ ഇവിടെ പറയാനുള്ളത്, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ക്ലയൻസുകളും അവർക്കുള്ള ആ ബുദ്ധിമുട്ട്, അവർക്കുള്ള മാനസികമായ സമ്മർദ്ദം. കാരണം ചെയർമാനായിരുന്നു കമ്പനിയുടെ ഫേസ്. അപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ കമ്പനിക്ക് എന്തുണ്ടാവും, എന്തായിരിക്കും പ്രശ്നങ്ങൾ, ഫ്യൂച്ചർ എന്താണ് എന്നുള്ള ബുദ്ധിമുട്ടുകളെല്ലാവരും, ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സേഫ്റ്റി എന്താണ് എന്നുള്ള ബുദ്ധിമുട്ടുകൾ അത് എല്ലാവർക്കും ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ട്. അതനുസരിച്ച് ധാരാളം പേര് ഓഫീസിലേക്ക് വിളിക്കുകയുണ്ടായി, മെയിൽ അയക്കുകയുണ്ടായി. താങ്ക് യു വെരി മച്ച്. ഒരു പത്രസമ്മേളനം പറഞ്ഞിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് എനിക്ക്
തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റില്ല, കാരണം ഞാനാണ് കമ്പനിയുടെ MD. അതേപോലെ തന്നെ ആ മരിക്കുന്ന സമയത്തും ഇവിടെയെല്ലാം ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെതാണ് അത് സീനിയർ ആയിട്ടുള്ള ഒരാൾ, അവരുടെ ഫാമിലി, പുള്ളിക്കാരുടെ ഫാമിലി അവിടെയായിരുന്നു, ദുബായിലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അങ്ങ് പറഞ്ഞ പത്രസമ്മേളനം നടത്താൻ പറ്റാതായത്. കാരണം അതിലൂടെ എല്ലാവർക്കും കമ്പനിയുടെ എന്താണ് സ്റ്റാൻഡ് എന്ന് അത്രയേ ഉള്ളൂ. MD എന്ന നിലയിൽ കോൺഫ്രൻസ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ എല്ലാ ഓപ്പറേഷനും കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ നേരിട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഡയറക്ടേഴ്സിന്റെ സ്റ്റാഫിന്റെയും എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ വേറൊരുവിധ പ്രശ്നങ്ങളോ ഒന്നിനെ കുറിച്ചും ഒരാളും ബോധരാണ്ട് ഇറ്റ് വിൽ ബി ഗോയിങ് ആസ് യൂഷ്വൽ. പിന്നെ ചെയർമാൻ മരിച്ച ദിവസവും അത് കഴിഞ്ഞ് ഞായറാഴ്ച ദിവസവും തിങ്കളാഴ്ച പകുതിക്ക് വെച്ചിട്ടും വർക്കുകളൊന്നും നടന്നിട്ടില്ല. ബിക്കോസ് കുറെ സ്റ്റാഫുകളെല്ലാം ഇങ്ങോട്ട് പോരേണ്ടി വന്നു. അപ്പൊ അതാണ് അതിന്റെ സത്യം. സോ അതുകൊണ്ട് വളരെ എസ്റ്റീംഡ് ക്ലയൻസ്, നിങ്ങൾ അതിനെക്കുറിച്ച് ബോധരാക്കേണ്ട. നമ്മൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ സോഷ്യൽ മീഡിയയിലും മറ്റുമായിട്ട് പല പല നെഗറ്റീവ് ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾക്കറിയാം, നമ്മൾ മലയാളികളുടെ ഒരു നേച്ചറാണല്ലോ. അപ്പോ ആ നെഗറ്റീവ് ന്യൂസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. പല പല അലിഗേഷൻ, പല പല കാര്യങ്ങൾ. എന്തോ ഞങ്ങളുടെ കമ്പനിയുടെ അകത്ത് ബോർഡിലുള്ള ആളെ പോലെയാണ് അവരോട് സംസാരിക്കുന്നത്. പൈസ കൊടുക്കാനുണ്ട്, പൈസ അവിടെ നിന്ന് എടുത്തു, കട്ടു, മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. ഇതൊന്നും ഒരു സ്ഥാനവും കമ്പനിയിലില്ല. ഞങ്ങളെ എല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുത്ത്, ഞങ്ങൾ തന്നെ ചെയർമാൻ ടിൽ ദ സെക്യൂരിറ്റി വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്ത് മുന്നോട്ട് പോയി അന്നു വേണ്ട ആഹാരത്തിനുള്ള പണിയെടുത്തിട്ടാണ് ഞങ്ങൾ ഈ കമ്പനിയെ കെട്ടിപ്പടുത്തിരിക്കുന്നത്. അല്ലാതെ ഒരാളുടെ പൈസയോ ഒരു ബിൽഡറിന്റെ ഒരു ഇൻവെസ്റ്റേഴ്സിന്റെ പൈസയോ കള്ളക്കടത്ത് പണമോ അല്ലെങ്കിൽ അവിടത്തെ പണമോ ഇവിടത്തെ പണമൊന്നും ഇവിടെ ഇല്ല 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 അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇതൊന്നും നിങ്ങൾ കേട്ട് ഗവനിക്കുക. എന്നാലും ഇവരെ ഉണ്ടെങ്കിൽ വരട്ടെ, അതൊക്കെ ആയിട്ട് വരട്ടെ. അപ്പോൾ നമുക്കത് 100 കണക്കിന് യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിലും ഇത് 4-5 വിരലിലുണ്ടാവുന്നവരാണ് ഇങ്ങനെയുള്ള ഈ ന്യൂസുകളൊക്കെ നെഗറ്റീവ് ന്യൂസുകളൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രൂഫോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ അടുത്ത് കൊണ്ടത് കാണിക്കുക. ഞാൻ 6-ാം തീയതി തൊട്ട് എൻ്റെ ഓഫീസിൽ ഉണ്ടാവും. കാലത്ത് 8:30 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെ ഞാൻ ഉണ്ടാവും. എനി ടൈം യു ക്യാൻ ബ്രിങ് ഇറ്റ്. അതിൽ റിവാർഡ് ചെയ്തിട്ട് തുകയെ മനസ്സിലാക്കാൻ വേണ്ടിയല്ലേ പറഞ്ഞു. ഇത് കേട്ടിട്ട് വളരെയധികം ചിലപ്പോൾ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ ദുഃഖിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന ക്ലയൻസും അതുപോലെ ഞങ്ങളുടെ വെൽവിഷേഴ്സും അതുപോലെ ചെയർമാന്റെ ഫ്രണ്ട്സും മറ്റുള്ളവർക്കും ഇതൊക്കെ വളരെയധികം, അതുപോലെ പിള്ളേരുടെയും അവരുടെ ഫാമിലിയുടെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവർ ഫാമിലിയുടെ അവർക്കൊക്കെ ഉണ്ടാവുന്ന മനോദുഃഖം അതുപോലുള്ള കാര്യങ്ങൾ, അതൊക്കെ എന്താണ് അതിൻ്റെയൊക്കെ വാല്യൂ എന്ന് നിങ്ങൾക്കറിയും. ഒന്നാമത് അവരുടെ ഫാമിലിയിലെ അവരുടെ ഫാമിലിയുടെ ഹെഡ് മരിച്ചു. ഇത് പിന്നെയും കുത്തി കീറി തിന്നുന്ന പരിപാടിയാണ് ഈ ഇതുപോലുള്ള ചില യൂട്യൂബേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ദയവ് ചെയ്ത് നിർത്തുക. ഉള്ള കാര്യങ്ങൾ ആരൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ അതാണ് അതിന്റെ കാര്യം. നിങ്ങൾ വെറുതെ ഈ കഴുകന്മാരെ പോലെ മരിച്ചുപോയ ഒരു ഡെഡ് ബോഡിയെ തിന്നുന്ന ആ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ നിർത്തുക കേട്ടോ. അതല്ലേ അതിന്റെ ഉചിതം. ഞങ്ങൾക്കിത് സൈബർ സെല്ലിലോ അല്ലെങ്കിൽ അവിടെയോ കൊണ്ട് കൊടുക്കാവുന്ന, പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ താല്പര്യമില്ല. കാരണം ഇത് ജനങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഏത് തരത്തിലുള്ള ന്യൂസുകൾ ഇട്ടാലും അത് നമ്മളെ സംബന്ധിച്ചത് ബാധകമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ അറിയാവുന്നവർക്ക് അവർക്കറിയാം. പലരും പറയുന്നുണ്ട് അവിടുത്തെ പൈസ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പൈസ, അതുപോലെ തന്നെ മറ്റേയാളെ വെറ്റിച്ചുണ്ടാക്കി. ഒരു പറ്റിക്കലും ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങളില്ല. അങ്ങനെ കമ്പനിയിൽ അങ്ങനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ജോസഫ് എന്ന് പറഞ്ഞ ആള് ഈ കമ്പനിയിൽ ഉണ്ടാവില്ല. ബിക്കോസ് ഞാൻ ദൈവത്തിൽ വിശ്വസിച്ച് സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോ ഇങ്ങനെയുള്ളൊരു കള്ളക്കടത്ത് കമ്പനിയാണെങ്കിൽ ഞാൻ ആ കമ്പനിയിൽ ഉണ്ടാവില്ല. ഡെഫിനറ്റ്ലി അത് എൻ്റെ പ്രിൻസിപ്പിളാണ്. അപ്പൊ അതുകൊണ്ട്
ഇവിടെ എന്തെങ്കിലും അങ്ങനെ കള്ളക്കെടുത്ത പരിപാടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് വന്നിട്ട് കാണിച്ചു തരൂ. അതിനെന്താ പ്രൂഫ് ഉണ്ടോന്ന് വരൂ. വെറുതെ ഇങ്ങനെ ഈ ഓരോ ഒരു മരിച്ചുപോയ ആളെ ഇതിനും വേണ്ടും അപകീർത്തിപ്പെടുത്തുന്നതിൽ നിങ്ങൾക്ക് എന്തായിരിക്കും അതിൻ്റെ അകത്തുണ്ടാവുന്ന ഒരു മാനസികമായ എന്താ പറയാ മാനസികമായ ഒരു സന്തോഷം അല്ലേ? അതെല്ലാം നിർത്തുക. എന്റെ ക്ലയൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഡോണ്ട് വറി, ബി ഹാപ്പി, വി ആർ ദേർ, വി ആർ വിത്ത് യു. അവർ എല്ലാ വർക്കുകളും അതേപോലെ തന്നെ എന്ന് ഒരു 15-20 വർഷമായിട്ട് നടക്കുന്ന അതേ സ്ട്രെങ്ത്തിലും അതേ ഫോഴ്സിലും അതേ കപ്പാസിറ്റിയിലും പോയിക്കൊണ്ടിരിക്കുന്നു. ഒരാൾക്കും അതിൻ്റെ അകത്ത് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിങ്ങൾ ഇനി പുതിയതായിട്ട് കമ്പനിയിൽ നിന്ന് പ്രോജക്റ്റ് പുതിയതായിട്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഡെഫിനറ്റ്ലി പ്ലീസ്, ദർ ഇസ് നോ പ്രോബ്ലം. ഒരു കമ്പനിയുടെ ചെയർമാൻ എന്നതിനപ്പുറം ഒരു കുടുംബത്തിൻ്റെ നാഥനായിരുന്നു, ഒരു അച്ഛനായിരുന്നു, ഒരു ഭർത്താവായിരുന്നു. ഇനിയും അവരെ നോവിക്കുന്ന രീതിയിൽ കുത്തിക്കീറരുത് എന്ന് ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ബന്ധുമിത്രാദികൾ ഒരുപാട് ദുഃഖത്തിലാണ്. വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് നമ്മൾ കണ്ടതാണ്. കമ്പനിയുടെ സ്ട്രെങ്ത് ഒട്ടും കുറയാതെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. നിക്ഷേപകർ പാനിക്കാവേണ്ട കാര്യമില്ല. നമുക്കറിയാം, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ മുഖച്ഛായ തന്നെ റിയൽ എസ്റ്റേറ്റ് ആണ്. 36-ാമത്തെ വയസ്സിൽ സ്വന്തമായി എയറോപ്ലെയിൻ വാങ്ങിയ വ്യക്തി എന്ന് അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. കോടികൾ മുടക്കി ബാംഗ്ലൂരുവിലും ദുബായിലും കൊട്ടാരം പോലത്തെ വീടുകൾ, കോടികൾ മുടക്കി ഗോൾഫ് റിസോർട്ട്, ആഡംബര കാറുകൾ വിശേഷിപ്പിക്കാൻ ഏറെ, ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ഇത് കാണുന്ന പലരും പറയപ്പെടുന്നത് അല്ലെങ്കിൽ വിശേഷിക്കപ്പെടുന്നത് പ്രാഞ്ചിയേട്ടൻ സ്റ്റൈൽ എന്നാണ്. എന്തു തന്നെ ഇരുന്നാലും അത് അദ്ദേഹത്തിൻ്റെ സന്തോഷമായിരിക്കാം. ഇതിനപ്പുറം അദ്ദേഹത്തിൻ്റെ സമൂഹത്തോടുള്ള കടപ്പാടും കയ്യൊപ്പും വളരെ വലുതാണ്. അത് എടുത്തു പറയാതിരിക്കാൻ വയ്യ. 2025 ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാല വേദിയിൽ അദ്ദേഹം പറയുകയുണ്ടായി, 18 വർഷമായി സ്പോൺസർഷിപ്പ് പരിപാടി അദ്ദേഹം നടത്തുന്നുണ്ട്. ഇതുമാത്രമല്ല, എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് പരിപാടികളും മറ്റ് കാരുണ്യ ചാരിറ്റി പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്തു വരികയുണ്ടായിരുന്നു. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലുണ്ട്. ഒരു മലയാളി എന്നതിൽ നമ്മൾക്ക് അദ്ദേഹത്തിൽ അഭിമാനിക്കാം. എന്നാൽ ആസ് എ കോമൺ മാൻ PRK വോയിസിനും പൊതുജനത്തിനും പൊതുവെയുള്ള ചില ചോദ്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണശേഷം പല വാർത്തകളിലും അറിയുകയുണ്ടായി 9,000 കോടിക്ക് മുകളിൽ അദ്ദേഹത്തിന് ആസ്തിയുണ്ട് എന്നുള്ളത്. എന്നിരുന്നാൽ പോലും എത്ര കോടിയുണ്ടെങ്കിൽ പോലും ആസ് എ ബിസിനസ് മാൻ 1 രൂപ പോലും കടം മേടിക്കാതെ എങ്ങനെയാണ് ഒരു സീറോ ഡെറ്റ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുക? അതൊരു ക്യൂരിയോസിറ്റിയായ ഒരു ചോദ്യമാണ്. സാധാരണ രീതിയിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കടമെടുത്ത് അതിന് പലിശ അടച്ച് കിട്ടിയ ക്യാഷിനെ ഇൻവെസ്റ്റ് ചെയ്ത് ഇരട്ടിയിലധികം അതിൽ കൂടുതൽ ഉണ്ടാക്കുക, ലാഭമുണ്ടാക്കുക, അതല്ലേ ബിസിനസ്? ഇനി മറ്റൊരു ഗൗരവമായ ചോദ്യം, IT ഉദ്യോഗസ്ഥർ അവിടെ ഇരിക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിന് തോക്കെടുക്കാൻ സാധിച്ചത്? ഇവിടെ സുരക്ഷാ വീഴ്ചയുണ്ടോ? പിന്നെ മറ്റൊന്ന്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇദ്ദേഹത്തിന് മാനസികമായ സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടതായി പറയപ്പെടുന്ന റിപ്പോർട്ട് ശരിയാണോ? CJ റോയിയുടെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനും ഈ ദുഃഖത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് കരകയറാൻ സാധിക്കട്ടെ. ലോകമെമ്പാടുമുള്ള പ്രധാന വാർത്തകളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകൾ ചുരുങ്ങിയ സമയം 10 മിനിറ്റിനുള്ളിൽ അറിയുവാൻ PRK വോയിസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റ് ആയിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോകൾ കാണുവാൻ മിസ്സാവാതിരിക്കുവാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ കാണാം. PRK വോയിസ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.